എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മായ സ്റ്റാറിലേക്ക് സ്വാഗതം. മൂലം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജനുവരി മുതൽ ഡിസംബർ വരെ 2026 ഒരു വർഷക്കാലത്തേക്ക് ഫലം എങ്ങനെയാണെന്ന് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. മൂലം നക്ഷത്രക്കാർക്ക് ജനുവരി 2026 മുതൽ ഡിസംബർ വരെയുള്ള ഒരു വർഷക്കാലത്തെ ഫലം എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. Seven of Swords, Six of Swords, Nine of Pentacles, Four of Cups, Temperance, Star Energy. ആദ്യം തന്നെ 7 ഓഫ് സോഡ്സ് എനർജി കണക്ഷൻസ് ആണ് നിങ്ങളുടെ ലൈഫിൽ. ഇവിടെ ഒരു പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ചെറിയ കളവ് നടക്കുക, എന്തെങ്കിലും വിലപ്പെട്ട എന്തോ ഒന്ന് നിങ്ങൾക്ക് നഷ്ടമാകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഈ ഒരു വർഷം തുടങ്ങുമ്പോൾ ഈ ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. പക്ഷെ അതിനുശേഷം മറ്റുള്ള കാര്യങ്ങളിലൊക്കെ പൊതുവേ സന്തോഷം നിറഞ്ഞ സാഹചര്യമാണ്. എന്നിരുന്നാലും ഈ ഒരു പ്രത്യേക കാര്യവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് മാനസികമായിട്ട് കുറച്ച് സംഘർഷം ഉണ്ടായേക്കാവുന്ന ഒരു സമയമാണ് എന്ന് തന്നെ പറയാം. ജീവിതത്തിൽ ചില കാര്യങ്ങളിൽ എന്തൊക്കെ എവിടെയാണ് നിങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ എന്നൊക്കെയുള്ള ചിന്തകൾ മനസ്സിനെ വല്ലാണ്ട് അലട്ടുന്നൊരു സമയമായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ അതൊരു ഓവർ തിങ്കിങ് ആണ്. ഒരു പ്രശ്നം അല്ലെങ്കിൽ ഒരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നൊരു നഷ്ടം, ഇത് പിന്നീട് നിങ്ങൾക്ക് ലൈഫിൽ മനസ്സിലാകുന്നതായിരിക്കും. ഒരു പക്ഷെ നിങ്ങൾ വിശ്വസിച്ചിരുന്ന ഒരു വ്യക്തിയാണ് അത് എടുത്തിട്ടുള്ളത് എന്നുള്ളതിൻ്റെ ഒരു പ്രൂഫ് നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതും, ആളുകളുടെ വ്യക്തിത്വം അല്ലെങ്കിൽ ആളുകളെ ആരെയും കണ്ണടിച്ച് വിശ്വസിക്കരുത് എന്നുള്ളൊരു പാഠം നിങ്ങൾ പഠിക്കുന്ന ഒരു സമയമായിരിക്കും. അത് ഈ ഒരു വർഷം തുടക്കത്തിൽ തന്നെ സംഭവ്യമാകുന്ന ഒരു സമയമാണ് എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങളുടെ ഉള്ളിൽ ചില ആളുകളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്ന, നമ്മൾ ലൈഫിനെ കുറിച്ച് ചില കാര്യങ്ങളെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ഒരു ധാരണയുണ്ട്, നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്കറിയാം അതങ്ങനെയാണ് എന്നുള്ളത്. പക്ഷേ നിങ്ങൾ എന്തുകൊണ്ട് നമ്മൾ പറയും, നമ്മൾ സ്വയം മറ്റുള്ളവരുടെ മുമ്പിൽ നമുക്ക് മുഖം മൂടിയിട്ട് നടക്കാം, പക്ഷെ നമ്മൾ സ്വയം നമ്മളുടെ മുമ്പിൽ മുഖം മൂടി അണിയാതിരിക്കുക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അതായത് നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി മറ്റുള്ളവരോട് നമുക്ക് എത്ര നാൾ വേണമെങ്കിലും അല്ലാതെ അങ്ങനെയല്ല ഇങ്ങനെയാണെന്നൊക്കെ തർക്കിക്കാം, പറയാം ഒക്കെ ചെയ്യാം. പക്ഷെ നിങ്ങളെന്ന് പറഞ്ഞ വ്യക്തിക്ക് അറിയാം നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ എവിടെയൊക്കെയാണ് നിങ്ങൾ ജീവിതത്തിൽ, അല്ലെങ്കിൽ എവിടെയൊക്കെയാണ് നിങ്ങളുടെ കുറവുകൾ, കുറ്റങ്ങൾ, അല്ലെങ്കിൽ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ പോസിറ്റിവിറ്റി എന്തുമാകട്ടെ അത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾ സ്വയം ഒരു വിഡ്ഢിയാവാതിരിക്കുക. സ്വയമെങ്കിലും നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക എന്താണ് നിങ്ങൾ എന്നുള്ളത്. അത് നെഗറ്റീവായിട്ടുള്ളൊരു കാര്യം തന്നെ ആയിരിക്കണം, നിർബന്ധമൊന്നുമില്ല. പോസിറ്റീവും ആവും. പക്ഷേ ചിലപ്പോൾ മറ്റുള്ളവരെ വിഷമിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് നിങ്ങളെ തന്നെ കുറച്ച് കാണുന്നതായിരിക്കാം. നിങ്ങളെ കുറച്ച് കാണുന്നതാണെങ്കിലും നിങ്ങളുടെ നെഗറ്റിവിറ്റി പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നതാണെങ്കിൽ രണ്ടായാലും അത് ശരിയല്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ അത് മനസ്സിലാക്കി നിങ്ങളുടെ ആ ഒരു ഭാഗം അക്സെപ്റ്റ് ചെയ്ത് ഇനിത് ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ ഇമ്പ്രൂവ് ചെയ്ത് മുന്നോട്ടേക്ക് പോകുക എന്നുള്ളതാണ്. അങ്ങനെ നിങ്ങൾ ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ ലൈഫിൽ നിങ്ങൾ മുന്നേറുന്നൊരു സമയമാണ്. അപ്പം ഇത് പ്രത്യേകിച്ച് ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങൾക്കൊരു ഡിസിപ്ലിൻ ഇല്ല, നിങ്ങൾ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള നിങ്ങൾ കാര്യങ്ങളൊന്നും തന്നെ ആ ഒരു രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകാത്തത് കൊണ്ട് തന്നെ എന്താണ് നിങ്ങളുടെ ലൈഫിൽ ഈ പറയുന്ന പല കാര്യങ്ങളിലും മാറ്റങ്ങൾ വരേണ്ട സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ സ്വയം അതിൽ മാറ്റങ്ങൾ വരുത്തുകയും അങ്ങനെ ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടാവുകയും ഗ്രോത്ത് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ മുന്നേറ്റം ഉണ്ടാകുന്നു എന്ന് തന്നെ പറയാം. അപ്പോൾ അത് 6 ഓഫ് സോഡ്സ് എനർജിയാണ്. അപ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന പല സംഘർഷങ്ങളും ലൈഫിൽ നിന്ന് മാറുന്നു എന്നുള്ളത്, അത് നിങ്ങളായിട്ടെടുത്ത തീരുമാനവും നിങ്ങളായിട്ട് ജീവിതത്തിൽ കൊണ്ടുവന്ന മാറ്റത്തിൻ്റെ ഫലമായിട്ടാണ് എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. പുതിയൊരു സമാധാനവും സ്വസ്ഥതയുമുള്ളൊരു ജീവിതത്തിലേക്ക് നിങ്ങൾ കടക്കണം. പുതിയ ആളുകളെ നിങ്ങൾ മീറ്റ് ചെയ്യുന്നു, പുതിയ ആളുകളെ നിങ്ങൾ പരിചയപ്പെടുന്നു, ട്രസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. മുന്നോട്ടേക്കുള്ള ഒരു യാത്ര എന്നുള്ളതാണ്. ലക്ക് നിങ്ങളുടെ ഭാഗത്താണ്. നിങ്ങളുടെ മുന്നേറ്റം വളരെ സ്മൂത്തായിട്ടാണ് പോകുന്നത് എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ചില ആളുകളെ സംബന്ധിച്ച് വിദേശത്തേക്കുള്ള യാത്ര സൂചിപ്പിക്കുന്നുണ്ട്, വിദേശവാസയോഗം കാണിക്കുന്നുണ്ട്, വിദേശത്തേക്കുള്ള യാത്ര സൂചിപ്പിക്കുന്നുണ്ട്. വിദേശത്ത് പോയി സെറ്റിലാവുന്ന, ഇമിഗ്രേറ്റ് ചെയ്ത് പോകുന്ന സിറ്റുവേഷൻ ആകാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിൽ പലതരത്തിൽ ജീവിതത്തിൽ മുന്നേറുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്.
അപ്പോൾ ലൈഫിൽ ഒരു കരിയറിൽ ഒത്തിരി സാധ്യതകളുള്ളൊരു വർഷമാണ്. കരിയറുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ വരുത്തുന്നത് കൊണ്ട് തന്നെ കരിയറിൽ നിങ്ങൾ ഒത്തിരി മുന്നേറുന്നു എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട്. നെക്സ്റ്റ് വന്നിട്ട് 9 ഓഫ് പെൻറ്റക്കിൾസ് എനർജി കണക്ഷൻസ് ആണ്. 9 ഓഫ് പെൻറ്റക്കിൾസ് എനർജി കണക്ഷൻസ് ഫിനാൻഷ്യലി വളരെ ഉയരത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. സാമ്പത്തികമായിട്ട് ചില ആളുകൾക്ക് ലോട്ടറി ഭാഗ്യം ലഭിക്കാനുള്ള ഒരു സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ 9 ഓഫ് പെൻറ്റക്കിൾസ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ ഈ പുതിയ പുതിയ ചില സംരംഭങ്ങൾ ചില ആളുകൾ തുടങ്ങുന്നുണ്ട്. സംരംഭങ്ങൾ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ സൈഡായിട്ട് എന്തെങ്കിലും ഒന്ന് തുടങ്ങുന്നുണ്ടാവും, അതിനുശേഷം വേറെ എന്തെങ്കിലും. അപ്പോൾ ഈ ഒരു വർഷം എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ സംരംഭം തുടങ്ങുന്ന, ഒന്ന് ചെറിയൊരു രീതിയിൽ തുടങ്ങുന്നതായിരിക്കാം, പിന്നെ അതിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഒരേ സമയം തന്നെ 2 ബിസിനസ്സുകൾ റൺ ചെയ്യുന്ന സിറ്റുവേഷൻ സൂചിപ്പിക്കുന്നുണ്ട്. മെറ്റീരിയൽ വെൽബീയിങ്, സേഫ്റ്റി ഒക്കെ കാണിക്കുന്നുണ്ട്, സക്സസ് ലൈഫിൽ കാണിക്കുന്നുണ്ട്. പൊതുവെ സാമ്പത്തിക സ്ഥിതി സുരക്ഷിതമല്ലാതിരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം സിറ്റുവേഷൻസ് ചേഞ്ച് ആവുന്നു എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. സർക്കംസ്റ്റൻസസിൽ ഉള്ള മാറ്റങ്ങളെന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവുന്നു എന്നുള്ളത്. ജോലി ഇല്ലാത്ത ഒരാളാണ് നിങ്ങളെങ്കിൽ പുതിയ ജോലി ലഭിക്കുന്നുണ്ട്, ജീവിതത്തിൽ പുതിയ സാധ്യതകൾ ലഭിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഫിഗർ ഔട്ട് ചെയ്യണം, എങ്ങനെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് എങ്ങനെയാണ് തിരിച്ചു പിടിക്കുക എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുന്നു. ചിലപ്പോൾ നിങ്ങൾ ബിസിനസ് ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരിക്കാം, പല കാരണങ്ങളും ബിസിനസ് പൊട്ടിപ്പോയിട്ടുണ്ടാവാം. വീണ്ടും ആ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ഒരു സൗഭാഗ്യങ്ങൾ, നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ബിസിനസ് ആയിരിക്കാം, വർക്കായിരിക്കാം, അത് തിരിച്ചെങ്ങനെ പിടിക്കാം, എങ്ങനെ തിരിച്ചു പിടിക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ട് നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്ന ആ ഒരു എനർജിയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കാണിക്കുന്നത്. അപ്രതീക്ഷിതമായിട്ടുള്ള ധനലാഭം സൂചിപ്പിക്കുന്നുണ്ട്. ഒരു പക്ഷേ ലോട്ടറി ഭാഗ്യമായിരിക്കാം, മറ്റെന്തെങ്കിലും തരത്തിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ പല രീതിയിലൂടെ നിങ്ങൾ നേടുന്നതും ആവാം സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ 4 ഓഫ് കപ്സ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ ഈ ഒരു എനർജി 4 ഓഫ് കപ്സ് എനർജി സൂചിപ്പിക്കുന്നത് നമ്മൾ പലരും നമ്മുടെ മുമ്പിൽ തന്നെ കൺമുമ്പിലുണ്ടായിട്ടും പലതും കാണാതെ പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ കൺമുമ്പിലുണ്ടായിട്ടും കാണാതെ പോയിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങൾ തിരിച്ചറിയുന്നു, കണ്ടെത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ ചില സമയങ്ങളിൽ നിങ്ങൾ ചില സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കി മാറ്റുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ ആ പല ആഗ്രഹങ്ങളും നിങ്ങൾ യാഥാർത്ഥ്യമാക്കി മാറ്റുന്ന സമയമാണ്. ആ ഒരു ഡിസപ്പോയിൻമെൻറ്റിൽ നിന്ന്, നെഗറ്റിവിറ്റിയിൽ നിന്ന്, ഇമോഷണൽ ഡ്രാമയിൽ നിന്നൊക്കെ നിങ്ങൾ പുറത്ത് കടക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ചുറ്റും ഉണ്ടായിരുന്ന നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ പുറകോട്ടേക്ക് വലിച്ചിരുന്ന ഇമോഷണൽ ഡ്രാമ കളിച്ച് നിങ്ങളെ എപ്പോഴും തളച്ചിട്ടിരുന്ന അങ്ങനെയുള്ള ചില ബന്ധങ്ങളിൽ നിന്ന് നിങ്ങൾ പുറത്ത് കടക്കുകയാണ്. അത് ചിലപ്പോൾ നിങ്ങളുടെ പാരൻസ് ആവും, ഇല്ലോസ് ആവും, നിങ്ങളുടെ ഈവൻ ഹസ്ബൻഡോ വൈഫോ കുട്ടികളോ ആര് വേണമെങ്കിലും ആകാം. അങ്ങനെയുള്ള പലതും നിങ്ങൾ പുറത്ത് കടക്കുകയാണ്. ലൈഫിലൊരു ബാലൻസ് കൊണ്ടുവരാണ്. അതായത് ഇപ്പോൾ ജീവിതത്തിൽ ഈ പറയുന്ന ഒരു ഭയങ്കര ഓവർലി ഇമോഷണലായിട്ട് നിങ്ങളെ പലയിടത്തും തളച്ചിടാതെ ലൈഫിൽ മുന്നോട്ടേക്ക് പോവുകയാണ്, ജീവിതത്തിൽ ബാലൻസ് ഉണ്ടാകുന്നു എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷൻസ് ഉണ്ടാകുമ്പോൾ നിങ്ങൾ കരിയറിലും പേഴ്സണൽ ലൈഫിലും ഒക്കെ ഉയർച്ച ഉണ്ടാകുന്ന സമയമാണ്. അപ്പോൾ ജീവിതത്തിലാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച പോലെ സെൽഫ് ലവ്, ആഗ്രഹിച്ച പോലെ ഒരു കെയർ കാര്യങ്ങൾ, ലൈഫ് എൻജോയ് ചെയ്ത് മുന്നോട്ടേക്ക് പോകുന്നു എന്നുള്ളതും. അതേപോലെ തന്നെ ഈ പറയുന്ന നിങ്ങൾ പേഴ്സണൽ ലൈഫിലാണെങ്കിലും ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾ ഫാമിലിയായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നു, കുട്ടികളായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നു, ജീവിതം ആഘോഷിക്കുന്നു, ജീവിതത്തിൽ മുന്നേറുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നേടുന്നു എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട്. നെക്സ്റ്റ് സ്റ്റാർ എനർജിയാണ്. അപ്പോൾ ഒത്തിരി ഈ പറഞ്ഞ പോലെ സൗഭാഗ്യങ്ങളും സന്തോഷങ്ങളൊക്കെ ജീവിതത്തിലേക്ക് വരുന്നു. കരിയറിലും ഫിനാൻസിലും ഒക്കെ സാധ്യതകളുണ്ട്. ദൈവഭാഗ്യം അല്ലെങ്കിൽ ദൈവാനുഗ്രഹം നമ്മൾ പറയുന്ന ആ ഒരു പ്രപഞ്ചശക്തി നിങ്ങളോട് കൂടെ ഉണ്ട് എന്നുള്ളതും വളരെ, നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം പുതിയതായിട്ട് ട്രൈ ചെയ്യുകയാണെങ്കിൽ അത് നല്ലൊരു സപ്പോർട്ട് ചുറ്റിനും നിന്ന് ലഭിക്കുന്നതായിട്ട് ഫീൽ ചെയ്യുക. അപ്പോൾ ആളുകൾ അത് അക്സെപ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതുമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ഒത്തിരി തൃപ്തി തരുന്ന ഒരു കാര്യം കൂടിയിട്ടാണ് എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ പലരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി, നിങ്ങൾ ഏതൊരു കാര്യത്തിലാണോ നിങ്ങൾ പുറകോട്ടേക്ക് നിന്നിരുന്നത് അതിൽ നിങ്ങൾ മുന്നേറുകയാണ്. നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് ലൈഫിൽ മാറുകയാണ്. അതിപ്പോൾ ഏത് പ്രായത്തിലുള്ള ആളുകളാണെങ്കിൽ, ഇപ്പോൾ പ്രായഭേദമന്യേ ഒരു 65-70 വയസ്സായിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിലും 18 വയസ്സുള്ള ഒരാളാണെങ്കിലും നിങ്ങൾക്കൊരു കോൺഫിഡൻസ് കൂടണം. നിങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിച്ചാൽ അതിന് പ്രായമില്ല, അത് നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് വരുന്ന ഒരു സമയമാണ്.
അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ പലതും നേടുന്ന സമയമാണ് ഈ ഒരു വർഷം എന്ന് പറയുന്നത്. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.